തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ നടന്ന UDF സീറ്റ് വിഭജന ചർച്ചയിൽ നിന്നും RSP നേതാക്കൾ ഇറങ്ങിപ്പോയി. നൂറനാട് സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാമെന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് RSP നേതാക്കൾ ഇടഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ ഏറാങ്കുലികളായി തങ്ങളെ കാണുന്നുവെന്ന് RSP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് B. രാജശേഖരൻ പറഞ്ഞു. വേണ്ടിവന്ന ജില്ലയിൽ RSP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഘടക പാർട്ടികൾ തമ്മിൽ UDFൽ ചർച്ച നടക്കുക. അതിൻ്റെ ഭാഗമായി RSPയുമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി ചർച്ചയിലായി. അപ്പോൾ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് നേരത്തെ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അനുഭവങ്ങളാണ് ആ ചർച്ചയിലൂടെ ഉണ്ടായത്. കാരണം ആദ്യ സമയങ്ങളിൽ RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 2 പാർലമെൻറ്റ് സീറ്റുകളിൽ RSPയുടെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ വിജയിച്ചത് എന്ന് 2 പാർലമെൻറ്റ് അംഗങ്ങളും ഒരേപോലെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരള ജനത അത്തരം കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അംഗീകരിക്കുകയും ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷദായകമായിട്ടുള്ള ഒരു അന്തരീക്ഷം UDFൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചപ്പോൾ UDF നേതാക്കന്മാരുടെ ഭാവങ്ങളിൽ രൂപങ്ങളിലൊക്കെ മാറ്റം. നമ്മളെ ഏറ്റവും വലുതായിട്ട് അത്ഭുതപ്പെടുത്തുന്നത് വളരെ സന്തോഷകരമായി എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ പെട്ടെന്നാണ് രൂപമാറ്റം ഉണ്ടാകുന്നത്. രൂപമാറ്റമുണ്ടായി ഏതാണ്ട് അടിയാൻ കൊടിയാൻ ബന്ധത്തിൽ അടിയാനോട് അടിയാനും കുടിയാനും എങ്ങനെയാണോ ഒരു സമൂഹത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിന്നിരുന്നത്, ആ തരത്തിലുള്ള അടിയാൻ കുടിയാൻ ബന്ധത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ആളുകളെ ഡീല് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ മാനസികമായി വലിയ സംഘർഷമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് എല്ലാം സഹിച്ചും പുറത്തും ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും ഞങ്ങളുടെ വ്യാപകമായി ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയെ ശരിക്കും മാനസികമായും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, പാർട്ടിയെ തകർക്കുന്ന തരത്തിൽ ഉള്ള ചർച്ചകളും തീരുമാനങ്ങളുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്